തർക്കുത്തരം. നിങ്ങൾ അങ്ങനെ പറയുന്നവരാണോ? അല്ല. അപ്പൊ നീതിബോധമുള്ള അപ്പനുണ്ടായിട്ടും ശാന്തതയും പ്രാർത്ഥനയുള്ള അമ്മയുണ്ടായിട്ടും തിരുക്കുടുംബത്തിൽ ഒരു അബദ്ധം പറ്റി. എന്നബദ്ധം പറ്റിയേ? കൊച്ചിനെ കാണാതെ പോയി. എത്ര വയസ്സിലാണ് കാണാതെ പോയി? 12 വയസ്സിൽ. എന്നായിരുന്നു പ്രശ്നം? ആ പയ്യപ്പള്ളി പെരുന്നാളായിരുന്നു, രാപ്പള്ളി പെരുന്നാളായിരുന്നു, പാലാപ്പള്ളി, തിരുപ്പള്ളി, എല്ലാവരും കയ്യും കൈ അരിയിൽ നോക്കിക്കൊണ്ട് നടന്നു. കൊച്ചു കയ്യിൽ നിന്ന് പോയി. കൊച്ചു കയ്യിൽ നിന്ന് പോയി. പള്ളിപ്പെരുന്നാളിന് കൊച്ചു കയ്യിൽ നിന്ന് പോയി. പക്ഷേ നീതിബോധമുള്ള എത്ര ദിവസം കഴിഞ്ഞാൽ കൊച്ചു കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞത്? 3 ദിവസം കഴിഞ്ഞ്. എന്നാ സംഭവിച്ചു? നമ്മളാണ് എന്നാ സംഭവിച്ചേ? എന്തേടി കൊച്ച്? നിങ്ങളുടെ കൂടെ ഇല്ലേ കൊച്ച്? നീ അറിഞ്ഞ് നോക്കേണ്ടിയിരുന്നത്. നിങ്ങൾ പോയി നോക്ക്. നിങ്ങളുടെ മകൻ നിങ്ങൾ പോകുന്ന വഴിക്ക് പോയി കാണും. കൂട്ടയടി. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. കൈക്കാരൻ, ഒരു കൊച്ചിയുടെ കൊടിമരത്തിൻ്റെ ചൂട്ടിൽ നിന്ന് കാറുന്നുണ്ട്, അതിൻ്റെ ഉടമസ്ഥരുണ്ടെങ്കിൽ വരണം. ആണോ? ഇല്ല. ജോസഫും മേരിയും കൊച്ചു കൈവിട്ടു പോയെന്നറിഞ്ഞപ്പം നമുക്ക് പള്ളിയിലോട്ട് തിരിച്ചു നടക്കാം. എത്ര ദൂരം പള്ളിയിൽ നിന്നകന്നോ അത്ര ദൂരം പള്ളിയോട് അടുക്കാം. കൈവിട്ടു പോയതിനെ തിരിച്ചു കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളെന്ന് നമ്മുടെ കാർന്നോമാർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഹൈറേഞ്ചിൽ തൊടുകക്കാർ പോയപ്പം ആദ്യം എന്നാ പണിതു? വീട് പണിയുന്നതിന് മുമ്പ് പൈകിയിൽ ആദ്യത്തെ എന്തായിരുന്നു പണിതത്? കൊട്ടാരമാണോ? പള്ളിയാണ് പണിത്. മീനിച്ചിൽ എന്നാ പണിതത്? പള്ളിയാണ് പണിതത്. പാലായിൽ എന്നാ പണിതത്? ഏറ്റവും പൊക്കത്തിൽ എന്നാ പണിതിരിക്കുന്നത്? പള്ളിയും അതിന് കുരിശുപള്ളിയാണ് പണിതത്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എത്ര ദൂരം പള്ളിയിൽ നിന്നകന്നോ അത്ര ദൂരം പള്ളിയോട് അടുക്കുക. പിന്നെ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, എൻ്റെ കൊച്ചു കൈവിട്ടു പോയാലും അവരെവിടെ കാണും? ബാംഗ്ലൂർ പോയി കൈവിട്ടു പോയി, മദ്രാസിൽ പോയി കൈവിട്ടു പോയി, കാനഡയ്ക്ക് പോയി കൈവിട്ടു പോയി, ഇംഗ്ലണ്ടിൽ പോയി കൈവിട്ടു പോയി. അവർ കൗതുകം. എവിടെ കയറും പിള്ളേരെ? പറ പിള്ളേരെ, പള്ളി കയറണം. കൈവിട്ടു പോയാൽ എവിടെ കയറിക്കണം? പള്ളി കയറിക്കണം.